ഹായ്, എല്ലാവർക്കും മാംസ് വേൾഡിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നിവിടെ വീഡിയോ ചെയ്യുന്നത് പൂരിയും അതിനുള്ള മസാലക്കറിയാണ് കേട്ടോ. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇത് പൂരി ഉണ്ടാക്കാനുള്ള കറിയാണ്, പൂരിക്കുള്ള കറിക്കാണ്. അപ്പം ഞാൻ ഇത് ഇവിടെ വെള്ളക്കടലയും കിഡ്നി ബീൻസും പിന്നെ ക്യാരറ്റ്, ഉരുളക്കിഴങ്ങ്, ഇത് കൊള്ളിയാണ് കേട്ടോ. ഒരു കഷ്ണം, ചെറിയൊരു കഷ്ണം കൊള്ളി ചെറുതാക്കി മുറിച്ചത്, ഉരുളക്കിഴങ്ങ്, ഒരു പാതി ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു സവാള മുറിച്ചിട്ടിട്ടുണ്ട്, അത് കുറച്ച് കറിവേപ്പില. പിന്നെ ഇവിടെ ഈ മസാല ഇറച്ചി മസാലയാണ്. പിന്നെ 1/2 ടീസ്പൂണ് മുളക് പൊടി, 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി. ഇതൊക്കെ ഇട്ട് ലേശം ഉപ്പ് ഇട്ടിട്ട് വേവിക്കും. എന്നതിന് ശേഷം നമുക്ക് മസാലയ്ക്ക് കറി വയ്ക്കാം. അപ്പോൾ നമുക്ക് കറിക്കുള്ള മസാല തയ്യാറാക്കാം കേട്ടോ. കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കണേ. ഒരു വലിയ ടീസ്പൂൺ കൊണ്ട് 1 ടീസ്പൂൺ ഒഴിച്ചു. നമുക്കിതാ ഞാനിവിടെ സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, പിന്നെ ഇഞ്ചി പച്ചമുളകൊക്കെ ചതച്ച് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. നല്ല പോലെ വഴന്ന് വരുമ്പോൾ നമുക്ക് മസാല പൗഡർ ഇട്ട് കൊടുക്കും. ഇപ്പോൾ കടലയും ബീൻസൊക്കെ കൂടിയിട്ട് വേവിച്ച കറിയാണ് കേട്ടോ. ക്യാരറ്റ്, ഉരുളക്കിഴങ്ങ്, കുറച്ച് ഉള്ളി ഒക്കെ കുറേശ്ശെ എടുത്തിട്ടുള്ളൂ. അപ്പം നമുക്ക് പൂരിക്ക് കറി ഉണ്ടാക്കാനാണ്. അധികം ചാറില്ലാതെ ഇങ്ങനെ മസാല പോലെ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഉണ്ടാക്കി നോക്കണേ എല്ലാവരും. ഗ്രീൻ ബീൻസ് ഇട്ട് കൊടുക്കാം. ഞാൻ എൻ്റെ കയ്യിൽ നമുക്കിതാ ഇത് ബദനക്കായ് സോറി, വഴുതനങ്ങ. ഇത് അരഭാഗം എടുത്തിട്ടുള്ളൂ, വലിയ വഴുതനങ്ങയായിരുന്നു. അപ്പം അതിൻ്റെ അരഭാഗം എടുത്ത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കർണാടകയിലാണ് താമസിക്കുന്നത്, അതുകൊണ്ടാണ് കുറച്ച് അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ വ്യത്യാസം വരിക, സംസാരിക്കുമ്പോൾ തപ്പിപ്പിടുത്തം വരിക. അതുപോലെ നമ്മൾ കുറേ കാലം നിൽക്കുമ്പോൾ, വീട്ടിലെത്ര മലയാളം സംസാരിച്ചാലും കുറേ കാലം നമ്മളിവിടെ നിൽക്കുമ്പോൾ ഭാഷകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കയറിപ്പോകും. നമുക്ക് കുറച്ച് നെയ്യ് ഇട്ട് കൊടുക്കാം, ഒരു അരഭാഗം ടീസ്പൂണില്ല. അത്യാവശ്യം ഒരുവിധം വഴന്നിട്ടുണ്ട് കേട്ടോ. സവാളയും വെളുത്തുള്ളിയും ഇതൊക്കെ, പച്ചമുളകും ഇഞ്ചി വഴുതനയും ഒക്കെ കൂടി നല്ലപോലെ വഴന്നിട്ടുണ്ട്. മതി. നമുക്ക് ഇതിലേക്ക് മസാലപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇത് മുളക് പൊടി 1/2 ടീസ്പൂണ്, ഇത് കസ്കസ് കുറച്ച് മതി. ചെറിയ ഇത് മസാല, ചെറിയ ജീരകപ്പൊടി, പിന്നെ ഇത് കുറച്ച് മഞ്ഞൾപ്പൊടി, ഇത് മസാലപ്പൊടി, ഇറച്ചി മസാലപ്പൊടിയാണ്. പിന്നെ ഇത് പെരിഞ്ചീരകപ്പൊടിയാണ്, ഒരു 1/2 ടീസ്പൂണ്. കുരുമുളക് പൊടി കുറച്ച്. നമുക്കത് ഇതെല്ലാം കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. കുറച്ചെണ്ണം ഒന്ന് പോയി കിട്ടിയാൽ മതി. അത്യാവശ്യമൊക്കെ വഴന്നിട്ടുണ്ട്. പിന്നെ ഇത് നമുക്കൊരു മുട്ട ഒഴിച്ചു കൊടുക്കാം കേട്ടോ. മിക്സ് ആക്കി കൊടുക്കാം. നമ്മുടെ പച്ചക്കറി വേവിച്ചത് ഇടാൻ പോവണേ. വേവിച്ച് വെച്ചിട്ടുണ്ട്. മിക്സ് ആക്കി കൊടുക്കും. നല്ല ഉടച്ചു കൊടുത്താൽ മതി. അതെന്തതിന് ശേഷം കടലയും ഇതൊക്കെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊന്ന് വേവിക്കാം. അതൊക്കെ മസാലയൊക്കെ ഒന്ന് പിടിക്കണ്ടേ, വേവണ്ടേ. ഒന്ന് നോക്കും, സ്വല്പം ഇട്ട് കൊടുക്കും. നെയ്യ് നമുക്ക് മൂടി വയ്ക്കാം കേട്ടോ, തിളപ്പിക്കട്ടെ. ഹൈ ഫ്ലെയിമിലിട്ടിട്ട് മൂടി തിളച്ച് വരുമ്പോൾ നമുക്ക് കുറച്ച് വയ്ക്കാം. അപ്പം നമുക്ക് ചാറൊക്കെ വറ്റിയൊന്ന് നോക്കാം. തിളച്ച് നല്ല ഗ്രേവി ആയിട്ട് കേട്ടോ.
നമുക്ക് ഇതിലേക്ക് കുറച്ച് കൊത്തമല്ലി ചപ്പും കറിവേപ്പിലയൊക്കെ ഇട്ടു. കേട്ടാ ഇനി ഓഫാക്കാം. അപ്പം ഞാനത് പൂരിക്ക് കുഴച്ച് വെച്ചതാണ് കേട്ടോ. അപ്പോൾ ഇവിടെ പൂരി ഉണ്ടാക്കാൻ ഞാൻ ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത്. അപ്പം ഇതിൻ്റെ കൂടെ ലേശം ഉപ്പ് ഇട്ടിട്ട് ഒരു പിഞ്ച് കായപ്പൊടി ഇട്ട് ഉപ്പിട്ടിട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് കുഴച്ചെടുക്കുക. പിന്നെ കുറച്ച് വെള്ളവും നമുക്കറിയാമല്ലോ കുഴയ്ക്കുന്ന ഭാഗമൊക്കെ. അപ്പം അങ്ങനെ കുഴച്ചെടുത്തിട്ട് നല്ല പോലെ കുഴയ്ക്കുക. എന്നിട്ട് കുറേ നേരം ഒരു അരമണിക്കൂർ 1 മണിക്കൂറൊക്കെ വയ്ക്കുക, മൂടി വയ്ക്കുക. അതിന് ശേഷം എടുത്ത് നമുക്ക് പൂരി ചൂടാക്കാം. അപ്പം ഞാൻ പൂരി പൊരിക്കാൻ വേണ്ടിയിട്ട് എണ്ണ വെച്ചിട്ടുണ്ട്. ഓയിലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് കേട്ടോ. നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും എടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചോട്ടെ. നല്ല പൊന്തി വരുന്നുണ്ട് കണ്ട. സ്റ്റവ് ഹൈയിലിട്ടിട്ടാണ് കേട്ടോ ഞാൻ പൊരിച്ചെടുക്കുന്നത്. ഇനി കുറച്ച് വയ്ക്കുക, സിമ്മിലിടുക. വലിപ്പമൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് പറ്റാം. കുഴച്ച് കുറച്ചധികം നേരം എടുത്ത് വയ്ക്കുക. അപ്പോൾ അത് പുള്ളി കിട്ടിയുള്ളൂ നമുക്ക്. നല്ല കുട്ടപ്പനായിട്ട് പൊന്തി വന്നിട്ടുണ്ട് നമ്മുടെ പൂരി. നമുക്ക് സ്റ്റവ് ഓഫ് ആക്കാട്ടെ. ഞാൻ ഇപ്പം എത്ര ഉണ്ടാക്കിയുള്ളൂ. ഓഫാക്കി അതേ ഇത്ര പൂരി ഉണ്ടാക്കിയിട്ടുള്ളൂ. എന്താ 4 പൂരിയുള്ളൂ. പിന്നെ ഉണ്ടാക്കുള്ളൂ. അപ്പം നമ്മളെ ഇവിടെ പൂരിയും മസാലക്കറിയും റെഡി ആയിട്ടുണ്ട്, ഗ്രേവി. അപ്പം ഇതിങ്ങനെ ഉടച്ച് അതിൽ മുക്കിയിട്ട് കഴിക്കുക എല്ലാവരും. കറി നല്ല ടേസ്റ്റാണ് കേട്ടോ. എന്താ കഴിച്ചു നോക്കുക. സൂപ്പറായിട്ടുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പം നിങ്ങൾ ഇതുപോലെ മസാല ഉണ്ടാക്കി നോക്കണം കേട്ടോ. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ.